शरणं शरणं गणेश गणेश शरणं शरणं गणेश मूषिकवाहन शरणं गणेश मूषिकवाहन शरणं गणेश मोदकहस्ता शरणं गणेश मोदकहस्ता शरणं गणेश कामरकन्ना शरणं गणेश कामरकन्ना शरणं गणेश विलम्बितसूत्रा शरणं गणेश विलम्बितसूत्रा शरणं गणेश वामनरूपा शरणं गणेश वामनरूपा शरणं गणेश महेश्वरपुत्रा शरणं गणेश महेश्वरपुत्रा शरणं गणेश विघ्नविनायक शरणं गणेश विघ्नविनायक शरणं गणेश पादनमस्ते शरणं गणेश पादनमस्ते शरणं गणेश गणेश शरणं शरणं गणेश गणेश शरणं शरणं गणेश सर्वत्र गोविंदनाम संकीर्तनं गोविंद गो जय बोलो विघ्न विनायक मूर्ति की जय. ഇന്ന് പ്രധാനപ്പെട്ട ദിവസമാണ് വിനായക ചതുർത്ഥി. വിനായകനെ സ്മരിച്ചാൽ തന്നെ നമുക്ക് എല്ലാ മംഗളവും ഉണ്ടാവും എന്നാണ് മഹാത്മാക്കൾ സ്മരിക്കുന്നു. ശ്രീകാന്തോ മാതുലോ യസ്യ ജനനീ സർവമംഗള ജനകശങ്കരോ ദേവഃ തം വന്ദേ കുഞ്ചരാനനം. ഇപ്പം മിക്കവാറും എല്ലാവർക്കും അത്യാവശ്യം വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് പണം കിട്ടിയാൽ കൊള്ളാം. ഇപ്പോൾ മഹാഗണപതിയെ ഭജിച്ചാൽ പണം കിട്ടുമോ ചോദിച്ചാൽ സംശയിക്കേ എണ്ണാം. അമ്മാവനാണ് ശ്രീകാന്തൻ. ശ്രീകാന്തോ മാതുലോ യസ്യ. അമ്മാവനാരാണ്? മഹാവിഷ്ണു. അമ്മാവൻ്റെ ഭാര്യ മഹാലക്ഷ്മിയല്ലേ. അപ്പോൾ ശ്രീകാന്തോ മാതുലോ യസ്യ. അപ്പോൾ അമ്മാവൻ മഹാവിഷ്ണു ആയതുകൊണ്ട് നമുക്ക് വേണ്ട പണമൊക്കെ അമ്മാവൻ മേടിച്ച് തരും മഹാഗണപതി. ജനനീ സർവമംഗള. കാരണം മഹാഗണപതി ആണയെ കണ്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിലൊക്കെ ആണ് ചെയ്യും, പൈസ കൊടുത്താൽ അങ്ങനെ മേടിച്ച് സ്വന്തം കയ്യിൽ വയ്ക്കാറില്ലേ. നോക്കുന്ന ആളുടെ കയ്യിൽ കൊടുത്താൽ എന്നെക്കൊണ്ട് പൈസ കൊണ്ട് ആവശ്യമില്ലെന്ന്. അങ്ങനെ ശ്രീകാന്തോ മാതുലോ യസ്യ ജനനീ സർവമംഗള. അമ്മയോ സർവമംഗള, എല്ലാ മംഗളസ്വരൂപിയാണ്. സർവമംഗള എന്നാണ് കുംഭകോണത്തിലിരിക്കുന്ന ദേവിയുടെ പേരാണ്. ആദികുംഭേശ്വരൻ മംഗളാംബിക മന്ത്രപീഠേശ്വരിയാണ്. പല മന്ത്രങ്ങൾ വച്ചിട്ട് അതിൻ്റെ മുകളിലാണ് അമ്മ അവിടെ സ്ഥിതി ചെയ്യുന്നു. സർവമംഗള. ജനക ശങ്കര, അച്ഛനോ ശങ്കര, എല്ലാവർക്കും നന്മ ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള മഹാഗണപതിയെ നമ്മൾ ഭജിക്കുന്നു. തം വന്ദേ കുഞ്ചരാനനം. പിന്നെ ഇദ്ദേഹത്തിന് മുത്തശ്ശൻ്റെ ആളാണ് ചോദിച്ചാൽ വലിയ ആളാണ്. നമ്മൾക്ക് വലിയ ആളല്ലേ പിടിക്കുള്ളൂ. മാതാമഹ മഹാശൈലം. മാതാമഹൻ ആരാണ്? വലിയ അമ്മയുടെ അച്ഛൻ വലിയ മലയാണ്. എന്താ? ഹിമാചലം. മാതാമഹ മഹാശൈലം. പിന്നെ അമ്മയുടെ അച്ഛനേ ഉള്ളൂ, മാതാമഹനേ ഉള്ളൂ, പിതാമഹൻ ഇല്ല. മഹസ്തത് അപിതാമഹം. പക്ഷേ എല്ലാ ജഗത്തിൻ്റെ കാരണമായിട്ടിരിക്കുന്ന കാരണം ജഗതാം വന്ദേ കണ്ഠാതുപരി വാരണം. മഹാഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആദിശങ്കരാചാര്യൻ പോലും തുടങ്ങുന്നത്. എന്താണ്? സുബ്രഹ്മണ്യ ഭുജംഗ സ്തോത്രമാണ്. പക്ഷേ ആദ്യത്തെ ശ്ലോകം മഹാഗണപതിയെ ഭജിക്കുന്നു. സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രി മഹാദന്തി വക്ത്രാപി പഞ്ചാസ്യമാന്യ വിധീന്ദ്രാദിമൃഗ്യ ഗണേശാഭിധാമി വിധത്താം ശ്രിയം കാപി കല്യാണമൂർത്തി. പ്രാർത്ഥിക്കുമ്പോൾ ഈ ശ്ലോകം ചൊല്ലുന്നത് വളരെ വിഷയമാണ്. എന്താ? അവസാനം കല്യാണമൂർത്തി എന്നാണ് അവസാനിക്കുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടിയ കാപ്പി കല്യാണമൂർത്തി അതും കൂടി ചേർന്ന് വരണത്. എന്തായാലും സദാ ബാലരൂപാപി, കണ്ടാൽ ചെറിയ ഉണ്ണിയാണ്. സദാ നമ്മൾ പറയാറുണ്ടല്ലോ വാമന രൂപ മഹേശ്വര പുത്ര. ഇവിടെയും വാമന എന്ന വാമന അവതാരം വാമന രൂപമാണ്, വാമന രൂപമാണ്. അതുകൊണ്ട് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട് മഹാഗണപതിയൊക്കെ. എന്താ? കൊടയും പിടിച്ച് വാമന വള ഗിണ്ടിയും പിടിച്ച് അങ്ങനെ പറഞ്ഞ്
മഹാഗണപതിയുടെ രൂപം നമുക്ക് കാണാം. അങ്ങനെ ബാലനാണ്, സദാ ബാലരൂപാഭി. ആള് ചെറുതേ ഉള്ളൂ, പക്ഷേ കീർത്തി വിഘ്നാദ്രിഹന്ത്രി. എത്ര വലിയ വിഘ്നമുണ്ടെങ്കിലും അത് ഒരു ക്ഷണത്തിൽ ഇല്ലാതാക്കും. വിഘ്നാദ്രിഹന്ത്രി മഹാദന്തി വക്ത്രാപി. ആണയുടെ തലയാണ്. ആണയുടെ തലയായാലും അദ്ദേഹം എന്ത് ചെയ്യും? ആണയുടെ തലയായാലും പഞ്ചാസ്യമാന്യ. പഞ്ചാസ്യം പറഞ്ഞാൽ സിംഹം എന്നർത്ഥം. സിംഹത്തിന് പഞ്ചാസ്യം. സിംഹം പോലും ആണയെ സാധാരണ സിംഹം ആണയെ വന്ദിക്കാറില്ല, പക്ഷേ മഹാഗണപതി ചെയ്യുമ്പോൾ സിംഹം പോലും വന്ദിച്ചു പോകും. പിന്നെ പഞ്ചാസ്യം പറഞ്ഞാൽ 5 തലമുള്ള ആളാണ് ശിവൻ, മഹാദേവൻ. സദ്യോജാതം വാമദേവം അഘോരം തത്പുരുഷം ഈശാനം. അങ്ങനെ 5 തലക്കാരൻ പോലും നമസ്കരിക്കുന്ന ഒരു മഹിമ ഉള്ള ആളാണ് മഹാഗണപതി. മഹാദന്തി വക്ത്രാപി പഞ്ചാസ്യമാന്യ വിധീന്ദ്രാദി മൃഗ്യ. ബ്രഹ്മ ഇന്ദ്രൻ പോലും അന്വേഷിച്ചെടുക്കുന്നു. ഗണേശാഭിധാമേ, ഗണേശൻ എന്നാണ് പേര്. വിധത്താം ശ്രിയം കാപി കല്യാണമൂർത്തി. അങ്ങനെ കല്യാണമൂർത്തിയായ മംഗളസ്വരൂപനാണ്. അതുകൊണ്ട് തന്നെ മഹാഗണപതിയുടെ ആദ്യത്തെ പേര് എന്താണ്? സുമുഖായ നമഃ, ഏകദന്തായ നമഃ. നമുക്കൊക്കെ 2 പല്ലിങ്ങനെ ആണയ്ക്ക് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്, പക്ഷേ ഒരു പല്ലേ ഉള്ളൂ. ഒറ്റ പല്ലായാലും സുമുഖനാണ് അദ്ദേഹം. സുമുഖായ നമഃ. നമുക്ക് പല്ല് കൊഴിഞ്ഞ് വീണാൽ സങ്കടം, പല്ല് പോയല്ലോ വിചാരിച്ച് വേറെ പല്ല് വാങ്ങി കെട്ടുന്നു. അങ്ങനെ മഹാഗണപതി ഇന്നോ വേറെ നിന്ന് വെച്ച് കെട്ടിയിട്ടില്ല. എന്താ കാരണം? എങ്ങനെയായാലും അത് നല്ലത് തന്നെയാണ്. കാരണം അടുത്തവരുടെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ ഒരു ദന്തം പോയാലും കുഴപ്പമില്ല. എന്താ കാരണം? വേദവ്യാസൻ 3 കൊല്ലം അല്ലെങ്കിൽ 3 മാസം തോന്നുന്നു കുറേ കാലം അങ്ങനെ ചിന്തിച്ച് മഹാഭാരതം റെഡിയാക്കി വെച്ചു. പക്ഷെ അത് എഴുതണ്ടേ? എഴുതാൻ വേണ്ടി വിളിച്ചു. ബ്രഹ്മദേവനെ വിളിച്ചു. ബ്രഹ്മദേവനെ വിളിച്ചപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, സ്മര ഏകദന്തം, ഗണപതിയെ സ്മരിച്ചോളൂ പറഞ്ഞപ്പോഴാണ് മഹാഗണപതിയെ വിളിച്ച് വരുത്തി ഞാൻ പറയുന്ന മഹാഭാരതം എഴുതണം പറഞ്ഞപ്പോൾ, അപ്പോൾ എൻ്റെ സ്പീഡിൽ എഴുതാൻ നല്ല ഒരു പേന ഒന്നും ഇപ്പോൾ തത്കാലം കിട്ടില്ലേ. അപ്പോൾ പേനയായിട്ട് സ്വന്തം ദന്തം തന്നെ മുറിച്ച് എഴുതി. അപ്പോൾ അടുത്തവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം പല്ല് പോയാലും കുഴപ്പമില്ല വിചാരിച്ച് എഴുതി വെച്ചതാണ്. അതുകൊണ്ടാണ് ഏകദന്തനായി മാറി. അപ്പോൾ അടുത്തവരുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് കുറച്ച് സങ്കടം വന്നാലും അതാണ് സുമുഖത്വം. പാർത്ഥസാരഥിയായ ഭഗവാൻ വെയിൽ കൊണ്ട് വിയർത്ത് വരുന്നു. പക്ഷേ ഇവിടെ പറയുന്നു ഭാഗവതത്തിൽ, ത്രിഭുവനകമണം തമാലവർണം രവികര ഗൗര വരാംബരം ധാനെ വപുരളക കുലാവൃതാനാബ്ജം വിജയശ. അവിടെ പറയും യുധി തുരകരജോ വിധുമ്ര വിഷ്പ കജലുലിത ശ്രമവാരി അലങ്കൃതാസ്യേ. ശ്രമവാരി, അടുത്തവർക്ക് സഹായിച്ച് നമുക്ക് വിയർത്ത് വന്നാൽ നമ്മുടെ ശരീരത്തിൽ അത് തന്നെയാണ് ഭംഗി. ഒരാൾക്ക് ഒരു സഹായം ചെയ്യാതെ ഇങ്ങനെ യേശുവിനിൽ ഇരുന്നിട്ട് ആ വേഷം കെട്ടി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അടുത്തവർക്ക് വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടി നമുക്കൊരു വിയർപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഭംഗി. അങ്ങനെ ക്ഷേമാർത്ഥം തൻ്റെ ദന്തം ഉടച്ചത് കൊണ്ടാണ് ഏകദന്തനായി മാറി. പിന്നെ വേറെ പുരാണത്തിൽ വേറെ കഥ കൂടി പറയുന്നുണ്ട്. ഒരു അസുരൻ ഏത് അസ്ത്രം കൊണ്ട് എന്നെ വധിക്കാൻ പാടില്ല ഞാൻ തപസ് ചെയ്തു. അപ്പോൾ അയാളെ അടിക്കാൻ ഒരു അസ്ത്രം ഒന്നും പറ്റില്ല. അത് തൻ്റെ സ്വന്തം ഇതൊന്നും അസ്ത്രയിൽ ഉണ്ടില്ലല്ലോ, ഇപ്പോൾ പല്ലെടുത്ത് അടിച്ചു. അങ്ങനെയാണ് ഏകദന്തനായി മാറി എന്ന് പറയുന്നുണ്ട്. പക്ഷേ മഹാഗണപതി ആദ്യം നമ്മളെ പോലെ തന്നെ ആയിരുന്നു. ഇപ്പോഴും തമിഴ്നാട്ടിൽ കൂത്തനൂർ എന്ന സ്ഥലമുണ്ട്. അത് സരസ്വതി ക്ഷേത്രമാണ്. കമ്പൻ വലിയ വലിയ മഹാത്മാക്കൾ പാടിയ സരസ്വതി ക്ഷേത്രമാണ് കൂത്തനൂർ പറയും. കുട്ടികൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകാൻ, നല്ല സംഗീതം പാടുന്ന എല്ലാം വലിയ ആൾക്കാരൊക്കെ ഇവിടെ പനച്ചിക്കാട് പോലെയാണ് അവിടെ കൂത്തനൂർ പറയുന്ന സ്ഥലം. ലളിത സഹസ്രനാമം എഴുതിയ സ്ഥലമാണ് തിരുമീയച്ചൂർ. അവിടെ ലളിതാംബികയാണ്. വശിന്യാദി ദേവതകളൊക്കെ പറഞ്ഞിട്ട് എഴുതിയ ലളിതാംബ ക്ഷേത്രം കൂടി അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ കൂത്തനൂർ പറയുന്ന സരസ്വതി ക്ഷേത്രം. അവിടെ ഒരു മഹാഗണപതി ക്ഷേത്രമുണ്ട്. ആദിവിനായകൻ എന്നാണ് പേര്. ഇപ്പം നമ്മളെ പോലെ തന്നെ നല്ല തലയായിട്ടിരിക്കുന്ന ആളാണ്. പിന്നെ ആണത്തല വരാൻ എന്താ കാരണം അത് പറയാറുണ്ട്. ഇപ്പം ശരിക്കും കുമാരനുള്ള അമ്മയ്ക്കാണ് ഇത് യോജിച്ചത്. എന്താ കാരണം? ശിവൻ പുറത്ത് എവിടെയോ പോയിട്ടുണ്ട്.
ഇപ്പോൾ പാർവതി കുളിക്കാൻ പോകുന്ന സമയമാണ്. പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാലോ വീട്ടിലേക്ക്, ഇപ്പോൾ രക്ഷയ്ക്ക് ഒരാൾ വേണ്ടേ? ഇപ്പോൾ തൊണ്ട ശരീരം ഇങ്ങനെ എടുത്തപ്പോൾ കുറച്ച് മഞ്ഞൾ കിട്ടി. അമ്മയുടെ മിക്കവാറും അമ്മമാർ എല്ലാവരും മഞ്ഞൾ കൂടുതൽ ഇങ്ങനെ തേക്കാറുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ തേക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യാധി വർദ്ധിക്കുന്നു. അങ്ങനെ കുമാരനുള്ള അമ്മയ്ക്ക് ഇപ്പോൾ മഞ്ഞൾ പൊടിയല്ലേ, അപ്പോൾ കുറച്ചിങ്ങനെ തേച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കിട്ടി. അതുകൊണ്ട് മഹാഗണപതി പിടിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സമ്പ്രദായത്തിൽ മഹാഗണപതി പൂജിക്കുന്നത് മഞ്ഞൾപ്പൊടി വെച്ച് അങ്ങനെ പൂജിക്കാറുണ്ട്. അങ്ങനെ മഞ്ഞൾപ്പൊടി കൊണ്ട് ഒരു ഉണ്ണിയെ ചെയ്തു. ആ ഉണ്ണിക്ക് ജീവിതവും കൊടുത്തു, കയ്യിൽ ഒരു ആയുധവും കൊടുത്ത് ഇവിടെ കാത്തിരുന്നോളൂ, ഞാൻ കുളിച്ചിട്ട് വരാം. പക്ഷേ ഈ വിഷയം മഹാദേവൻ അറിഞ്ഞിട്ടില്ല. അമ്മ കുളിക്കുന്ന സമയത്താണ് ഒരു ആളെയും ഇവിടെ പ്രവേശിപ്പിക്കരുത്. ഇപ്പം മഹാദേവൻ എന്നാൽ പ്രവേശിച്ചോളൂ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ മഹാദേവൻ സ്വന്തം വീടല്ലേ, അങ്ങനെ പുറപ്പെട്ടു വന്നപ്പോൾ ഇവിടെ പോകാൻ പറ്റില്ല, അമ്മ പറഞ്ഞിട്ടുണ്ട്. ആരാ അമ്മ? എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. മഹാദേവനക്ക് ഒന്ന് കണ്ണ് അടച്ച് നോക്കാമായിരുന്നു. പക്ഷേ ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. വലിയ യുദ്ധമൊക്കെ തുടങ്ങി അവസാനം കാളികളൊക്കെ സഹായത്തിന് വന്നു. അവസാനം ശിവൻ തൻ്റെ ശൂലം കൊണ്ട് ഈ ഗണപതിയുടെ ശിരസ് കൊയ്തു. ആദിവിനായകൻ്റെ ശിരസ് കൊയ്തപ്പോൾ കുളിച്ച് വന്ന പാർവതി കരയാൻ തുടങ്ങി. എൻ്റെ ഉണ്ണിയായിട്ട് ഞാൻ രക്ഷയ്ക്ക് വെച്ചതാണ്, എൻ്റെ ഉണ്ണി പോയല്ലോ എന്ന്. അപ്പോഴാണ് മഹാദേവൻ പറഞ്ഞു, ഞാൻ ജീവിപ്പിക്കാം. അപ്പോൾ പറഞ്ഞു, വടക്ക് നോക്കി തല വെച്ച് ആരാണ് കിടക്കുന്നുവോ അവരുടെ തല കൊണ്ടുവന്നോളൂ. എന്താ കാരണം വടക്ക് നോക്കി ഒരാൾ തല വെച്ച് കിടക്കാറില്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ തല കൊണ്ടുവന്നാൽ മതി. എന്താ കാരണം അങ്ങനെ കിടക്കുന്ന തല വെട്ടിയാൽ പുറപ്പെടില്ലേ. അതാണ് താല്പര്യം. തമിഴിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, തൻ വീട് കിഴക്ക് തങ്കും വീട് മേற்கு വേട്ടാം തെற்கு വേണ്ടാം വടക്ക്. ഒരു പഴഞ്ചൊല്ല് പറഞ്ഞാൽ അതൊരു ധർമ്മശാസ്ത്രമാണ്. സ്വന്തം വീട്ടിൽ കിടക്കുമ്പോൾ കിഴക്ക് തല വെച്ച് കിടക്കണം. അടുത്തുള്ള വീട്ടിൽ കിടക്കുമ്പോൾ പടിഞ്ഞാറ് തല വെച്ച് കിടക്കണം. ഭാര്യയുടെ അച്ഛൻ്റെ വീട്ടിൽ ചെന്നാൽ തെற்கு വെച്ച് കിടക്കണം. വേട്ടാം തെற்கு, വേണ്ടാം വടക്ക്. വടക്ക് മാത്രം പാടില്ല. അത് ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. അവിടെ എന്തോ കാന്തശക്തിയൊക്കെ ഉണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ബുദ്ധിഭ്രംശമൊക്കെ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ ശാസ്ത്രീയ രീതിയിൽ പറയുന്നു. അപ്പോൾ വടക്ക് നോക്കി ആരെങ്കിലും കിടക്കുന്നുണ്ടോ നോക്കുമ്പോഴാണ് ഒരു ആന കിടന്നു ഉറങ്ങിയിരുന്നു. ആ ആനയുടെ തല വെച്ച് പിടിപ്പിച്ചു. അതുകൊണ്ടാണ് അന്ന് മുതൽ മഹാഗണപതിക്ക് ആനയുടെ തല വന്നു. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, കൂത്തന്നൂർ പറയുന്ന സ്ഥലത്തിൽ പോയാൽ ഒറിജിനൽ തലയിട്ട് ഉള്ള ആദിവിനായക ക്ഷേത്രം നമുക്ക് അവിടെ പോയാൽ കാണാം. ഇതൊക്കെ ആനയുടെ തലയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മഹാഗണപതി അവതാരം പല രൂപത്തിൽ വർണ്ണിക്കുന്നു. ഒരു ചിത്രം വരച്ചിരുന്നു, ചിത്രശാല. കൈലാസത്തിൽ ചിത്രം വരയ്ക്കുന്ന ഒരു മണ്ഡപം ഉണ്ടായിരുന്നു, ചിത്ര മണ്ഡപം. അവിടെ ഇതുപോലെ ഒരു ആണയും പെണ്ണാണയും കൂടിയിരിക്കുന്നത് പോലെ ഒരു ചിത്രം. അത് പാർവതിയും പരമേശ്വരനും നോക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടായതാണ് മഹാഗണപതി. അങ്ങനെയൊക്കെ പുരാണങ്ങൾ പല പുരാണത്തിൽ പലതരത്തിൽ പറയുന്നു. പക്ഷേ തത്വം എന്താണെന്ന് മക്കൾ മനസ്സിലാക്കണം. അതാണ് എൻ്റെ ഗുരുനാഥൻ ഇവിടെ പറയുന്നു. യസ്യാസ്യം പ്രണവോ മതംഗജ സമം വ്യോമൈവ യസ്യോദരം യസ്യാശാ സുഭുജ വദന്ത്യപി ച യം വേദഃ പതിം ബ്രഹ്മണഃ ജാത്വായം നിഖിലാസുരാശ്ച മുനയഃ സർവത്ര സിദ്ധിം ഗതാഃ സ്വാമിൻ ഭക്തപുരീശതേ സുതവരം തം വിഘ്നരാജം ഭജേ യസ്യാസ്യം പ്രണവഃ. ഓംകാരം എഴുതുമ്പോൾ തമിഴിലാണ് കൃത്യമായിട്ട് വരുള്ളൂ. ഓം എന്ന് എഴുതുമ്പോൾ അത് മണ്ടങ്ങൾ വരും. ഇങ്ങനെ വരുമ്പോൾ തമിഴിൽ എഴുതുമ്പോഴാണ് ഇത് മഹാഗണപതിയുടെ രൂപം കൃത്യം ശരിക്കും വരുള്ളൂ. ബാക്കി അക്ഷരങ്ങൾ എങ്ങനെ വരുമ്പോൾ സംശയം നോക്കണം. എന്തായാലും തമിഴിൽ എഴുതുമ്പോഴാണ് ഓംന്ന് എഴുതുമ്പോൾ ആ മഹാഗണപതി മണ്ട പോലെ എങ്ങനെ വരും. അതാണ് യസ്യാസ്യം പ്രണവഃ. ദീക്ഷിതർ പാടുന്നുണ്ട്, പ്രണവസ്വരൂപ വക്രതുണ്ടം. പ്രണവസ്വരൂപം എന്നാണ് മഹാഗണപതിയെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ മഹാഗണപതിയുടെ മുഖം പറയുന്നത് എന്താ? ഓംകാരമാണ്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ മഹാഗണപതി ഇങ്ങനെ വരച്ചിട്ടാണ് എഴുതാറുണ്ട്. വ്യോമൈവ യസ്യോദരം. ഗണപതിയുടെ വയറിങ്ങനെ വലുതായിരിക്കാൻ എന്താ കാരണം? ഈ ആകാശമാണ്. മഹാഗണപതിയുടെ വയറ് പറഞ്ഞത് ആകാശമാണ്. വ്യോമൈവ യസ്യോദരം യസ്യാസാ സുഭുജാഹ. 4 തൃക്കൈകളും
മഹാഗണപതിയുടെ 4 തൃക്കൈകളും ആശാഹ 8 തൃക്കൈകൾ, എത്ര പല തൃക്കൈകളുണ്ടല്ലോ, അതൊക്കെ ദിക്കുകളൊക്കെ മഹാഗണപതിയുടെ ഭുജങ്ങളാണ്. യം വേദ പതിം ബ്രഹ്മണ, വേദത്തിൻ്റെ പതിയായിട്ട് പറയുന്നു. ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമോപമശ്രവസ്തവം ജ്യേഷ്ഠരാജം ബ്രഹ്മാണാം ബ്രഹ്മണസ്പത ആനശൃണ്വന്നോതിഭിസ്സീദസാദനം. ബ്രഹ്മണാം ബ്രഹ്മണസ്പതി, ബ്രഹ്മണസ്പതിയായിട്ട് വേദം പറയുന്നു. ധ്യാത്വായം നിഖിലാസുരാശ്ച മുനയഃ, ഈ മഹാഗണപതിയെ ധ്യാനിച്ചിട്ടാണ് എല്ലാ ദേവന്മാരും ഋഷീശ്വരന്മാരും സർവത്ര സിദ്ധിം ഗതാഃ, എല്ലാവർക്കും അവിടെ കർമ്മങ്ങളിൽ സിദ്ധി പ്രാപിക്കണമെങ്കിൽ മഹാഗണപതിയെ പൂജിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്വാമിൻ ഭക്തപുരീശതേ സുതവരം തം വിഘ്നരാജം ഭജേ. ഭക്തപുരീശൻ ഗുരുനാഥൻ്റെ ഗ്രാമത്തിൽ ഒരു മഹാദേവനാണ്. ആ മഹാദേവൻ്റെ അമ്പലം ഗുരുനാഥൻ തന്നെ കെട്ടി. അവിടെ ഇരിക്കുന്ന മഹാഗണപതിയെ ഇവിടെ പറയുന്നു വിഘ്നരാജൻ, വിഘ്നകർത്ത, വിഘ്നഹർത്ത. ചീത്ത കാര്യങ്ങൾക്ക് പോകുമ്പോൾ വിഘ്നകർത്ത, നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ വിഘ്നഹർത്ത. അപ്പോൾ വിഘ്നകർത്രേ നമഃ, വിഘ്നഹർത്രേ നമഃ. മഹാഗണപതിയുടെ ഒരു ദാരിദ്ര്യം മാറ്റാനുള്ള ഒരു പ്രത്യേക സ്തുതിയുണ്ട്. അതിൽ എല്ലാവരുടെ, ഇപ്പോൾ ഗുരുനാഥൻ പറഞ്ഞില്ലേ നിഖിലാസുരാശ്ച മുനിയഃ, എല്ലാവരും മഹാഗണപതിയെ ആശ്രയിച്ചിട്ടാണ് സിദ്ധി പ്രാപിച്ചു. അതിന് ഉദാഹരണമായിട്ട് ഒരു 8 പേരുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞിട്ട് നിർത്താം. എന്തായാലും നമുക്ക് എല്ലാവർക്കും ദാരിദ്ര്യമൊക്കെ മാറണ്ടേ? നമുക്ക് എന്താ ദാരിദ്ര്യം? ഭക്തിയുടെ ദാരിദ്ര്യം. ഒരു ഒട്ടും ഭക്തിയില്ല. ഈ തീവ്ര ദാരിദ്ര്യ നാശനം എന്നാണ് ഇതിൻ്റെ ഫലശ്രുതി. തീവ്ര ദാരിദ്ര്യം, കൂടുതൽ ദാരിദ്ര്യം ഭക്തിയിലാണ് നമുക്ക്. ആ ഭക്തിയുടെ ദാരിദ്ര്യം കുറച്ച് ഭക്തി വളരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സൃഷ്ട്യാദോ ബ്രഹ്മണാ സമ്യക് പൂജിത ഫലസിദ്ധയേ. എൻ്റെ ഗുരുനാഥൻ, വേദം പഠിപ്പിച്ച ഗുരുനാഥൻ, അദ്ദേഹം ദിവസേന ഇത് ചൊല്ലാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്മരിച്ചു. സൃഷ്ട്യാദോ ബ്രഹ്മണ, സൃഷ്ടി ചെയ്യുന്ന സമയത്ത് ബ്രഹ്മാവിനെ ഒന്നും തോന്നുന്നില്ലേ? തോന്നണമെങ്കിൽ ബുദ്ധി വേണ്ടേ? അതുകൊണ്ടാണ് മഹാഗണപതി വന്ദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ശുക്ലാം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം, ഇങ്ങനെ 5 പ്രാവശ്യം മിനിമം ഇങ്ങനെ തലയിൽ കൂട്ടിയാൽ, ഇവിടെ അമൃത കളസം പറയാനുണ്ട്. ഇവിടെ തട്ടിയാൽ മറന്നത് ഓർമ്മ ഉണ്ടാവും. ആർക്കെങ്കിലും മറന്നു പോയാൽ ഇവിടെ പുറകിൽ പറയാൻ തട്ടാറില്ലേ, ഇവിടെ തട്ടുള്ളൂ. എന്നാൽ മണ്ടയിൽ തട്ടിയാൽ ഓർമ്മശക്തി ഉണ്ടാവും. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് ഇന്ന് അമേരിക്കക്കാരൊക്കെ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ മഹാഗണപതിക്ക് ഏറ്റെടാറുണ്ടല്ലോ, അതെന്താ? സൂപ്പർ ബ്രെയിൻ യോഗ അങ്ങനെ ഇപ്പോൾ പേര് വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കുട്ടികൾ തെറ്റിച്ച 10 ഏറ്റെടും പറയും. എൻ്റെ ബുദ്ധിയില്ലാതെ തെറ്റിച്ചിട്ട് പോയി. ഏറ്റെടും പറയുമ്പോൾ എങ്ങനെ ചെയ്യണം? ഇങ്ങനെ മഹാഗണപതിയെ ഈ 2 മുട്ട് കൈകൊണ്ട് കുണിഞ്ഞ് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ബുദ്ധി വളരുള്ളൂ. ഇപ്പോൾ ഏറ്റെടുന്നവർക്ക് ഇങ്ങനെയാണ് ഇട്ടിട്ട് പോകുന്നു. അപ്പോൾ കുണിഞ്ഞ് തല കുണിച്ചിട്ട് വേണം ഏറ്റെടാൻ. ഇപ്പോൾ സൃഷ്ടിയാതോ ബ്രഹ്മണ സമ്യക് പൂജിത. അപ്പോൾ ബ്രഹ്മാവിനെ ഒന്നും സൃഷ്ടി ചെയ്യാൻ ഒന്നും തോന്നുന്നില്ലേ? അങ്ങ് തോന്നാതെ വന്നപ്പോഴാണ് മഹാഗണപതിയെ പ്രാർത്ഥിച്ചപ്പോൾ മഹാഗണപതി വേണ്ട വിധം തോന്നിപ്പിച്ചു. കാരണം വേദം സൂര്യ ചന്ദ്രമസോ ധാത യഥാപൂർവമകൽപ്പയത് എന്ന വേദത്തിൽ എങ്ങനെ പറഞ്ഞു അത് നോക്കിയാണ് സൃഷ്ടിക്കുന്നത്. ഭൂര് ദിവ്യാഹരത്, അത് വേദം എന്ന് എങ്ങനെ വേണോ തോന്നി അതേപോലെ സൃഷ്ടി ചെയ്തു. സദൈവ പാർവതി പുത്ര ഋണനാശം കരോതുമേ. അതുപോലെ ത്രിപുര സംഹാരത്തിന് പുറപ്പെട്ടു മഹാദേവൻ ഗംഭീര. ഇതൊക്കെ കഥ പറയാൻ ഇപ്പോൾ സമയം എനിക്കില്ല. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം മാത്രം ചുരുക്കി പറഞ്ഞു പോവാം. ഇതിന് ശേഷം അക്ഷരശ്ലോകം കൂടി ഉണ്ട്, അത് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ത്രിപുര സംഹാരത്തിന് പുറപ്പെട്ടു മഹാദേവൻ ഗംഭീരമായിട്ട്. മഹാദേവൻ പുറപ്പെടുമ്പോൾ എന്താ? രത്നസാണുശരാസനം രജതാദ്രി ശൃംഗനികേതനം ശിഞ്ചിതാസു. ഇവിടെ വർണ്ണിക്കുന്നു രത്നസാണു ശരാസനം രജതാദ്രി ശൃംഗം. മേരുമല തന്നെ വില്ലായിട്ടും നാൻകൈരായിട്ട് വാസുകിയും ശരാസന പെരുമാൾ ശരണാരായണ പെരുമാളുടെ ക്ഷേത്രമുണ്ട് പൻറുട്ടി കടലൂർ എന്ന സ്ഥലം, തമിഴ്നാട്ടിലാണ്. മഹാദേവൻ്റെ അഷ്ടലീലകൾ നടന്ന സ്ഥലം. അവിടെ ത്രിപുര സംഹാരം നടന്ന ചരിത്രമാണ്. അവിടെ മഹാവിഷ്ണു ഉണ്ട്. ശരണാരായണ പെരുമാൾ ശരമായിട്ട് മഹാവിഷ്ണു, ശരത്തിൻ്റെ അറ്റമായിട്ട് അഗ്നി ഭഗവാൻ. ഇങ്ങനെ വേദങ്ങൾ തന്നെ, ഭൂമി തന്നെ തേരായിട്ടും സൂര്യചന്ദ്രന്മാർ അതിൻ്റെ ചക്രങ്ങളായിട്ടും 4 വേദങ്ങൾ കുതിരകളായും ബ്രഹ്മാവ് സാരഥിയായും ഇങ്ങനെ പുറപ്പെട്ടു. ഗംഭീര പുറപ്പാടന.
പക്ഷേ പുറപ്പെട്ടിട്ട് എന്താ കാര്യം, ഇടയ്ക്ക് തേരിൻ്റെ ചക്രം അച്ച് മുറിച്ച് വീണു. എന്താ കാരണം നോക്കിയപ്പോൾ മഹാഗണപതിയെ പ്രാർത്ഥിച്ചില്ലേ, ഒന്ന് കൊടുക്കട്ടെ, എന്തെങ്കിലും സമർപ്പിക്കേണ്ടേ. മോദകം ഒന്നും മഹാഗണപതിക്ക് കൊടുക്കാതെ പുറപ്പെടുത്തത് കൊണ്ടാണ് ആ അച്ച് വീണ സ്ഥലമാണ് അച്ചരപ്പാക്കം എന്ന സ്ഥലമുണ്ട്. മദ്രാസ് ചെന്നൈ പോകുന്ന വഴിയിൽ ദിണ്ടിവനം എന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ അടുത്താണ് ഈ അച്ചരപ്പാക്കം. അതിൻ്റെ അച്ച്, തേരിൻ്റെ അച്ച് പ്രധാനപ്പെട്ട അത് ഇതുണ്ടല്ലോ വടി, അത് താഴെ വീണു. അതുകൊണ്ടാണ് അച്ചരപ്പാക്കം എന്ന് പേര് വരാൻ കാരണം. അങ്ങനെ ത്രിപുര സംഹാര സമയത്ത് മഹാഗണപതിയെ പൂജിച്ച ശേഷമാണ് മഹാദേവനക്ക് പോലും ജയം കിട്ടി എന്നാണ് പറയുന്നു. സദൈവ പാർവതി പുത്ര ഋണനാശം കരോതു മേ ഹിരണ്യകസ്വാദീനാം വധാർത്ഥേ വിഷ്ണുനാർച്ച. മഹാവിഷ്ണുക്കാണ് കൂടുതൽ. എന്താ, എത്ര അസുരന്മാരെ സംഹരിക്കാൻ ചക്രം വേണ്ടേ? ചക്രം ഒരു പ്രാവശ്യം കൈലാസത്തിൽ മഹാദേവനെ കാണാൻ ചെന്നു മഹാവിഷ്ണു. ഇപ്പോൾ കുട്ടിയെ കാണുമ്പോൾ എന്തെങ്കിലും കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ മഹാഗണപതിയെ കണ്ടപ്പോൾ കുട്ടിയല്ലേ എനിക്ക് വേണമെന്ന് ചോദിച്ചു. ചക്രം എന്ന് പറയുമ്പോൾ കുട്ടിയിലെ കുറച്ച് കളിച്ചോട്ടെ പറഞ്ഞ് ചക്രം കൊടുത്തു. മഹാഗണപതി എന്ത് ചെയ്തു, അത് മുറുക്കാണെന്ന് വിചാരിച്ചിങ്ങനെ വയൽ കഴിച്ചു. ചക്രം മഹാഗണപതി കഴിച്ചു. പിന്നെ വന്നപ്പോൾ ചക്രമില്ലേ, അസുരന്മാരെ സംഹരിക്കാൻ ചക്രം വേണ്ടേ? അപ്പോൾ മഹാഗണപതിയിൽ നിന്ന് വയറ്റിൽ പുറത്തേക്ക് വരത്തേണ്ടേ? അതിൻ്റെ സൂത്രം ചെയ്തു മഹാവിഷ്ണു. 4 കൈ ഉണ്ടല്ലോ, 4 കൈയും എടുത്ത് ഇങ്ങനെ ഏറ്റവും ആദ്യം തുടങ്ങിയത് ആരാണ്? മഹാവിഷ്ണുവാണ്. മഹാഗണപതി ഇങ്ങനെ ഏറ്റവും ഉണ്ടെന്ന് കണ്ടപ്പോൾ ചിരിച്ചു മഹാഗണപതി. അങ്ങനെ ചിരിച്ചപ്പോൾ കുട്ടികൾ കൂടുതലിരിക്കുമ്പോൾ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. ചക്രം എടുത്തു സൂത്രപണിയിൽ. അങ്ങനെ ഹിരണ്യകശിപുവാദീനാം പല അസുരന്മാരെ രക്ഷിക്കാൻ വേണ്ടി വധാർത്ഥേ വിഷ്ണുനാർച്ചിത സദൈവ പാർവതീപുത്ര ഋണനാശം കരോതു മേ. അതേപോലെ മഹിഷാസുരനെ സംഹരിക്കാൻ പുറപ്പെട്ടു ദുർഗാദേവി. മഹിഷസ്യ വധേ ദേവ്യാ ഗണനാഥ പ്രപൂജിത. അപ്പോഴും വിഘ്നമുണ്ടായി. അതേപോലെ ലളിതാ പരമേശ്വരി പുറപ്പെടുമ്പോൾ അവിടെ ഭണ്ഡാസുരൻ ചെയ്തു, വലിയ വിഘ്നയന്ത്രം എഴുതി വെച്ചു. അത് കടന്ന് ഒരാൾക്ക് പോകാൻ പറ്റാതായി. പിന്നെയാണ് മഹാഗണപതി സഹായിച്ചു. മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മഹാഗണപതിയെ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ഉണ്ണിയെ ചോദിക്കാതെ പോയതില്ലേ. അപ്പോൾ ഉണ്ണി അനുഗ്രഹിച്ച ശേഷം ഇപ്പോൾ മഹാഗണപതി അനുഗ്രഹം കൊണ്ടാണ് അവിടെ ഭണ്ഡാസുരന വധത്തിനും അതേപോലെ മഹിഷാസുരന വധത്തിനും ദേവി മഹാഗണപതിയെ പൂജിച്ചു. സദൈവ പാർവതി പുത്ര ഋണനാശം കരോതു മേ താരകസ്യ വധാത് പൂർവം കുമാരേന പ്രപൂജിത. താരകാസുരനെ സംഹരിക്കുന്ന സമയത്തും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയും മഹാഗണപതിയെ പൂജിച്ചു. പിന്നെ വള്ളി കല്യാണ സമയത്ത് കൂടുതൽ സഹായിച്ചു. അത് വള്ളി കല്യാണ കഥ കേൾക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാം. കാരണം ഏട്ടനോട് പറയാതെ പോയില്ലേ ലവ് മാരേജിന്. അപ്പോൾ ഇടയ്ക്ക് വിഘ്നം വന്നു. വള്ളിക്ക് എന്തുകൊണ്ടും പേടിയില്ലേ, പക്ഷേ ആണയെ കണ്ടാണ് പേടി. പറഞ്ഞപ്പോൾ ഏട്ടനെ വിളിച്ചു. ആണയെ കണ്ടപ്പോൾ വള്ളി ഓടി വന്ന് കെട്ടിപ്പിടിച്ചു സുബ്രഹ്മണ്യസ്വാമിയെ. രസകരമായ വള്ളി കല്യാണ കഥ ഉണ്ട്. അങ്ങനെ കല്യാണത്തിനും അതേപോലെ താരകാസുര സംഹാര സമയത്തിലും പൂജിച്ചു സുബ്രഹ്മണ്യസ്വാമി. താരകസ്യ വധാത് പൂർവം കുമാരേന പ്രപൂജിത സദൈവ പാർവതീപുത്ര ഋണനാശം കരോതു മേ ഭാസ്കരേണ ഗണേശോ ഹി പൂജിതസ്ഥവിസിദ്ധയേ. എല്ലാവർക്കും വെളിച്ചം കൊടുത്ത് അവസാനം സൂര്യഭഗവാനക്ക് ഛവി ഇല്ലാതായി, കാന്തി ഇല്ലാതായി. കാരണം അതൊരു ശാപം കൂടി ഉണ്ട്. എന്താ കാരണം? പല ശാപം പറയാറുണ്ട്. അതേപോലെ സൂര്യൻ കുറച്ച് ഉഗ്രമായിട്ട് പുറപ്പെടുമ്പോൾ എന്ത് ചെയ്തു, അതൊക്കെ ഉഗ്രമായിട്ട് പുറപ്പെട്ടു ആരാ? സുദർശന ഭഗവാൻ. അപ്പോൾ എന്തായി? സൂര്യൻ ശക്തി ചവിയില്ലാതെ വീണു. അങ്ങനെ വീണ സ്ഥലമാണ് ഭാസ്കര ക്ഷേത്രം. കുംഭകോണം പറയുന്ന ക്ഷേത്രം ഉണ്ടല്ലോ, കുംഭകോണം തമിഴ്നാട്. അത് ശരിക്കും അതിൻ്റെ പേര് ഭാസ്കര ക്ഷേത്രം എന്നാണ് പേര്. അപ്പോൾ സൂര്യൻ്റെ ചവി ഇല്ലാതെ പോലെ സുദർശന ഭഗവാനെ പ്രാർത്ഥിച്ചു. അതൊക്കെ സുദർശന ക്ഷേത്രം കൂടി ഉണ്ട് അവിടെ. അതുപോലെ സൂര്യനക്ക് ഛവി കാന്തി ഇല്ലാതായപ്പോൾ മഹാഗണപതിയെ പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹത്തിനും കാന്തി കിട്ടി. സദൈവ പാർവതീപുത്ര. ഇപ്പോഴും സൂര്യനെ ഇത് ചെയ്യുന്നുണ്ടല്ലോ, അതിനുവേണ്ടി റാക്കറ്റൊക്കെ അയച്ച് അത് അവിടെ എന്താണ് അവിടെ സൂര്യൻ്റെ ഉള്ളിൽ ഓങ്കാര ശബ്ദമാണ് കേൾക്കുന്നതെന്ന് ഇപ്പോൾ ശാസ്ത്രീയത്തിൽ കണ്ടുപിടി. എന്താ കാരണം? അദ്ദേഹം ഉള്ളിൽ ഓങ്കാര സ്വരൂപനായ മഹാഗണപതിയെ ധ്യാനിച്ചിട്ടാണ് സൂര്യഭഗവാനക്ക് പോലും. കാരണം സൂര്യനെ അന്വേഷിക്കുന്നവർ കുറച്ച് കാലം സൂര്യൻ വെളിച്ചം കൊടുത്ത് സൂര്യനക്ക് വെളിച്ചമില്ലാതെ ആവും പറയുന്നു. കാരണം അതിൻ്റെ പുറകിൽ മഹാഗണപതി അനുഗ്രഹിക്കാനുണ്ട് എന്നാണ് ഇവിടെ പറയുന്നു.
അതേപോലെ ഇന്നത്തെ കഥ അതാണ്. ശശിന കാന്തിവൃദ്ധ്യർത്ഥം പൂജിതോ ഗണനായക. മഹാഗണപതി പോയപ്പോൾ ചന്ദ്രൻ ചിരിച്ചു. കാരണം വാമന ചെറിയ ആളായിട്ട് ഇങ്ങനെ വയറും വലിയ വലിയ വീർത്ത് പോകുമ്പോൾ തൻ്റെ സൗന്ദര്യം കൊണ്ട് ഒന്ന് പരിഹസിച്ചു. അപ്പോൾ നിനക്ക് കാന്തി കുറയട്ടെ അവിടെ ശപിച്ചു. നിന്നെ കാണുന്നവർക്കും ചീത്ത പേരൊക്കെ ഉണ്ടാവട്ടെ ശപിച്ചു. അങ്ങനെ അറിയാതെ കണ്ടുപോയി ശ്രീകൃഷ്ണ ഭഗവാനും. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനക്ക് പോലും ശമന്തകമണി കട്ടുകൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചീത്ത പേരൊക്കെ കിട്ടി. അതൊക്കെ കിട്ടാൻ കാരണം ഈ മഹാഗണപതിയെ പരിഹസിച്ച് ചന്ദ്രനെ കണ്ടത് കൊണ്ടാണ്. അപ്പോൾ ചന്ദ്രൻ വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം അതാണ് ഈ വിനായക ചതുർത്ഥി ഇന്ന് സ്മരിക്കേണ്ട കഥയാണ്. ശശിനാ കാന്തിവൃദ്ധ്യർത്ഥം പൂജിതോ ഗണനായക സദൈവ പാർവതി പുത്ര ഋണനാശം കരോതു മേ. അതേപോലെ പാലനായ സ്വതപസാം വിശ്വാമിത്രേണ പൂജിത. വിശ്വാമിത്രൻ എത്ര ബുദ്ധിമുട്ടി. ആദ്യം തുടങ്ങുമ്പോൾ തന്നെ തെക്ക് നോക്കി തപസ് ചെയ്യാനിരുന്നു. തപസ് പോയി. പിന്നെ പടിഞ്ഞാറ്, പിന്നെ വടക്ക്, പിന്നെ കിഴക്ക്, എവിടെ ഓരോ ദിവസം തിരിഞ്ഞ് നോക്കി മര്യാദയ്ക്ക് അദ്ദേഹത്തിന് ഒരു ബ്രഹ്മർഷി സ്ഥാനം കിട്ടാതെ പോയപ്പോഴാണ് മഹാഗണപതിയെ പൂജിക്കാതെ പുറപ്പെട്ടതിൻ്റെ ദോഷമാണ് മനസ്സിലാക്കി. വിശ്വാമിത്രനും ഗണാനാന്വാ ഗണപതി ഹവാമഹേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ തൻ്റെ തപസ് രക്ഷപ്പെടാൻ വേണ്ടി വിശ്വാമിത്രൻ മാത്രമല്ലേ, ഇവിടെ പറയുമ്പോൾ ഗുരുനാഥൻ സുരാശ്ച മുണയ, എല്ലാ ദേവന്മാരും എല്ലാ ഋഷീശ്വരന്മാരും രാമായണത്തിൽ വാൽമീകി രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. കൗസല്യാദേവി നീ കാട്ടിലേക്ക് പോകുമ്പോൾ മഹാഗണപതി ഒന്ന് രക്ഷിക്കട്ടെ. അപ്പോൾ അപ്പോൾ രാമായണത്തിൽ കാലം മുമ്പ് തന്നെ മഹാഗണപതി സ്കന്ദസ്യ സുബ്രഹ്മണ്യ സ്വാമി കൂടി നിന്നെ രക്ഷിക്കട്ടെ പറയുന്നുണ്ട്. വാൽമീകി രാമായണത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം. അങ്ങനെ വിശ്വാമിത്രാദി ഋഷീശ്വരന്മാരും മഹാഗണപതിയെ പൂജിച്ചാണ് അവരുടെ തപസ് സിദ്ധി കിട്ടി. സദൈവ പാർവതി പുത്ര ഋണനാശം കരോതു മേ. ഇതം ഋണഹരസ്തോത്രം തീവ്രദാരിദ്ര്യനാശനം. ഇത് ഒരു കൊല്ലം ഏകവാരം പഠിൻ നിത്യം വർഷമേകം സമാധി. ഒരു കൊല്ലം മുഴുവനും മര്യാദയ്ക്ക് നമ്മൾ പഠിച്ചാൽ നമുക്കും ഈ ഭക്തി ദാരിദ്ര്യമൊക്കെ കുറഞ്ഞ് നല്ല ഭക്തി ഉണ്ടാകും. അങ്ങനെ മഹാഗണപതി അനുഗ്രഹം കൊണ്ട് നമുക്ക് നല്ല ഭക്തി ഉണ്ടാവട്ടെ. കാരണം സോമയാഗം നടക്കുമ്പോൾ ആ സോമയാഗത്തെക്കുറിച്ച് ഒന്ന് നമ്മൾ പറയണം. ഏതാണ് നടക്കുന്നുവോ അതേക്കുറിച്ച് നമ്മൾ പറയണം. ഇന്ന് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് മഹാഗണപതിയെ സ്മരിച്ചതേ ഉള്ളൂ. നമുക്ക് എല്ലാ വിഘ്നങ്ങളും തീർത്ത് ഗണപതി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തുന്നു. ഇപ്പോൾ നമുക്ക് കീർത്തനം പാടി ദീപാരാധനയോട് ഇപ്പോൾ സമർപ്പിക്കും. പിന്നെ ക്ഷേത്രത്തിൽ ക്ഷേത്ര ദീപാരാധനയിൽ കഴിഞ്ഞ ശേഷം അക്ഷരശ്ലോകം എന്ന് കേരളത്തിൽ പറയും. നമ്മുടെ നാട്ടിലൊക്കെ അന്ത്യാക്ഷരി എന്ന് പറയും. ഒരാളുടെ ഇത് കുറച്ചുകൂടി ബുദ്ധി കൂടുതൽ വേണം. ഏത് അക്ഷരത്തിലാണ് ഈ ശ്ലോകം കഴിയുന്നുവോ ആ അക്ഷരത്തിൽ തന്നെ തുടങ്ങണം. അതിന് കുറച്ച് ബുദ്ധി കൂടി വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണ് തുടങ്ങണം. അങ്ങനെ ചില നിയമം സംസ്കൃത കോളേജ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. വലിയ സംസ്കൃതം നടക്കുന്ന സ്ഥലത്തിലൊക്കെ അതുപോലെ. കാരണം അത് ബുദ്ധിശക്തിക്ക് നല്ല മെമ്മറി പവർ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവർ ചൊല്ലുമ്പോൾ തന്നെ അടുത്ത അക്ഷരം എന്താ വരാൻ പോകുന്നു നോക്കി വെച്ച് റെഡിയാക്കി വെക്കണം. ഞങ്ങൾ കുട്ടിക്കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ അക്ഷര ശ്ലോകം അതിനരച്ച് ശ്ലോകവും നരച്ച് പഠിക്കണം. പിന്നെ ബുദ്ധിശക്തി കൂടി വേണം. കൃത്യ ഓർമ്മ വരണം. അത് ഓർമ്മിപ്പിക്കാൻ മഹാഗണപതിനെ അനുഗ്രഹിക്കട്ടെ. അത് അക്ഷര ശ്ലോകം ഇത് സന്ധ്യാദീപാദിക്ക് ശേഷം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് മഹാഗണപതിയുടെ ഒരു പാട്ട് പാടി സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജയ് 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 ഗണനായക ജയ് ജയ് വിഘ്നവിനാശക ജയ് 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 ഗണനായക ജയ് ജയ് വിഘ്നവിനാശക जय जय विघ्न विनाशका जय 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 गणनायका जय जय विघ्न विनाशका हे शुभ मंगलदायका विद्या बुद्धि प्रदायका हे शुभ मंगलदायका विद्या बुद्धि प्रदायका हे शुभ मंगलदायका विद्या बुद्धि प्रदायका
विद्याबुद्धिप्रदायक गजवदना गौरीनन्दन गजवदना गौरीनन्दन गजवदना गौरीनन्दन गजवदना गौरीनन्दन गंगाधर शिव शम्भो नन्दन गंगाधर शिव शम्भो नन्दन गंगाधर शिव शम्भो नन्दन गंगाधर शिव शम्भो नन्दन जय जय गणनायका जय जय विघ्नविनाशका जय जय गणनायका जय जय विघ्नविनाशका हे सुखमङ्गलदायका विद्याबुद्धिप्रदायका हे सुखमङ्गलदायका विद्याबुद्धिप्रदायका गजवदना गौरीनन्दन गजवदना गौरीनन्दन गजवदना गौरीनन्दन गजवदना गौरीनन्दन गंगाधर शिव शम्भो नन्द गंगाधर शिव शम्भो नन्दन गंगाधर शिव शम्भो नन्दन गंगाधर शिव शम्भो नन्दन जय 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 गणनायका जय जय बुद्धिप्रदायका ജയ് ബോലോ വിഘ്നവിനായക മൂർത്തിക്ക് ജയ്. നമുക്ക് വലിയ ഭാഗ്യമാണ്. കാരണം 2 മഹാഗണപതി ക്ഷേത്രം നമ്മുടെ അടുത്ത് തന്നെ സൂര്യകാലടിയും അതേപോലെ മല്ലിയൂരിൽ മഹാഗണപതി സ്വന്തം വടിത്തട്ടിൽ തന്നെ പുണ്യക്കരണ വെച്ച് മോദകം കൊടുക്കുന്ന രീതിയിൽ പരസ്പരം കഴിക്കുന്ന രീതിയിലാണ് അതിൻ്റെ കഥയൊക്കെ ഉണ്ട്.